ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. എൻ്റെ പേര് അൻസാർ. നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചാണ്. അതായത് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് വരാനിരിക്കുന്ന ന്യൂസുകളൊക്കെ നോക്കിയിട്ട് നല്ല കമ്പനിയാണോ എന്ന് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷെയർസ് വാങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചാണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? അതായത് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ ചാർട്ട് നോക്കിയിട്ട്, അതായത് നമ്മുടെ ബാർ ചാർട്ട്, ലൈൻ ചാർട്ടൊക്കെ ഉണ്ടല്ലോ, ആ ചാർട്ട് നോക്കിയിട്ട് ആ കമ്പനി വാങ്ങാൻ പറ്റുമോ, അല്ല അത് ഇനി എങ്ങോട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരിക, പോസിറ്റീവാണോ, ബേറിഷ് ആണോ, ബുള്ളിഷ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചാർട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചാർട്ടിൽ പഠിക്കാൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? സപ്പോസ് ഈ ബോൾ കണ്ടില്ലേ, ഈ ബോൾ ഞാനിപ്പോൾ നിലത്തിടുകയെന്ന് വിചാരിക്കുക. നിലത്തേക്ക് ഇടുമ്പോൾ അതെന്ത് ചെയ്യും? ബൗൺസ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? താഴെ ഒരു സപ്പോർട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് എന്ത് ചെയ്യാണ്? സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അതേപോലെ ഈ ബോൾ ഞാൻ മേലോട്ടേക്ക് എറിയുകയാണെങ്കിലോ അത് റൂഫിൽ തട്ടിയിട്ട് താഴോട്ടേക്ക് വരും. അതവിടെ ആ റൂഫ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. ഇതേപോലെ ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഈ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുമ്പോൾ ഈ ചാർട്ടിലുണ്ട് എന്തത് സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അവിടെ investing.com എന്ന് ടൈപ്പ് ചെയ്യുക. investing.com ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ റൈറ്റ് സൈഡിൽ പോയിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യണം. കാരണം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വരക്കുന്ന ചാർട്ടൊക്കെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സെർച്ച് ബാറിൽ പോയിട്ട് TCS എന്ന് ടൈപ്പ് ചെയ്യുക. TCS അവിടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് ആ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആ കമ്പനിയുടെ ചാർട്ട് അവിടെ കാണാൻ പറ്റും. അതിൽ ടെക്നിക്കൽ ചാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഫുൾ സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാർ ചാർട്ട് ആയാലും മതി. ബാർ ചാർട്ടാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഒരു ഫസ്റ്റ് ഒരു തുടക്കം മുതലുള്ള ഒരു ഓക്കെ ഇതെവിടെ എടുത്തു. നമുക്ക് ആദ്യം എന്താണ് സപ്പോർട്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഷെയർ പ്രൈസിന്റെ ഇത് കണ്ടോ നിങ്ങൾ? എപ്പോഴും ഈ ഷെയർ പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ തിരിച്ചു കയറുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നു. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ പ്രൈസ് തിരിച്ചു കയറുന്നുണ്ട്. ഇതിന് താഴോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ലൈൻ വരക്കാം. അതിന് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു കളർ ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് തിക്നെസ് കൂട്ടി വെക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എന്ത് ചെയ്ത് സപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, കാരണം എവറി ടൈം ആ ഒരു ലൈന് ടച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് താഴോട്ടേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ഒരു റെസിസ്റ്റൻസ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ദാ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് കണ്ടില്ലേ? എവറി ടൈം ഈ ഒരു ഷെയർ പ്രൈസ് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. കണ്ടോ? ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്തുണ്ട്? ഷെയർ പ്രൈസ് താഴോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ലൈന് ഇവിടെ വരച്ചു നോക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? നോക്കിയേ, എവറി ടൈം ആ ഒരു ലൈന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഷെയർ പ്രൈസ് താഴോട്ടേക്ക് വരുന്നുണ്ട്. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം?
ഇതിന് ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറയും, ചരിത്രം ആവർത്തിക്കുക. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നമ്മുടെ പഴയ കാലത്ത് ഈ നമ്മുടെ ഈ ഡ്രസ് കോഡ്, ഇപ്പോൾ ജീൻസ് ആണെങ്കിൽ കീറിയ ജീൻസ്, പിന്നെ ബെൽ ബോട്ടം പാൻറ്, പിന്നെ മുടി നീട്ടി വളർത്തുക, അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതിപ്പോഴും റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ന്യൂ ജനറേഷൻസ് അത് റിപ്പീറ്റ് ആവുന്നില്ല, ചരിത്രം ആവർത്തിക്കുന്നുണ്ട്. അതേപോലെ അത് എല്ലാ കാര്യത്തിലും, ഒട്ടുമിക്ക കാര്യത്തിലൊക്കെ അങ്ങനെയാണ്, ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതേപോലെ ഈ ഷെയർ മാർക്കറ്റിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ, ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യാണ്? ബയ്യേഴ്സ് കൂടുകയാണ്. ശരിയല്ലേ? ഇവിടെ സെല്ല് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സെല്ലേഴ്സിനേക്കാണ് കൂടുതൽ, ബയ്യേഴ്സ് കൂടുകയാണ്. അതാണ് പിന്നെ പ്രൈസ് പിന്നെ കയറി പോകുന്നത്. അതേപോലെ ഈ റെസിസ്റ്റൻസ് ലൈനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സെല്ലേഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്, ബയ്യേഴ്സിനേക്കാളും സെല്ലേഴ്സ് കൂടുകയാണ്. അപ്പോൾ സെല്ലേഴ്സ് കൂടുമ്പോൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി പ്രൈസ് താഴേക്ക് വരും. ഇതിൽ തന്നെ ഒരു ലൈൻ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേറൊരു ട്രെൻഡ് ലൈന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ, ഇവിടെ ഇവിടെ ഷെയർ ഇവിടം വരെ എത്തിയിട്ട് താഴേക്ക് വന്നു ഷെയർ പ്രൈസ്. വീണ്ടും ആ ഒരു ലൈൻ എത്തുമ്പോൾ, ആ ഒരു പോയിന്റ് എത്തുമ്പോൾ താഴേക്ക് വരുന്നുണ്ട്. ഇവിടെയും ഒരു പോയിന്റ് എത്തുമ്പോൾ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ലൈനായിട്ട് വരക്കാം, ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ട് വരക്കാം. കണ്ടില്ലേ? ഓക്കെ, ആ ഒരു ലൈന് ടച്ച് ചെയ്യുമ്പോൾ അത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോകുമ്പോൾ പിന്നെ അതെന്ത് ചെയ്തു? അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത്, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയപ്പോൾ പിന്നെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അതിങ്ങനെ റിപ്പീറ്റ് ആവും, പിന്നെ അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള ഇതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കെന്താ കാര്യം? നമുക്ക് കാര്യം ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ എടുക്കുക എപ്പോഴാണ്? ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. കണ്ടോ? ഇപ്പോൾ ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്തപ്പോൾ കുറേ പോയിന്റ് മേലേക്ക് പോയി. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ 3300 ആയിരുന്നു, എവിടം വരെ പോയി? 4000 വരെ കയറി. അതേപോലെ നേരെ തിരിച്ചാണെങ്കിലോ, ഇപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ കണ്ടോ, ഈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയപ്പോൾ ഒത്തിരി പോയിന്റ് താഴേക്ക് പോയി. അപ്പോൾ അത് നോക്കണം, ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെല്ല് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. ഇത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല, 100% ശരിയാവണമെന്നില്ല. പിന്നെ എപ്പോഴാണ് ശരിയാക്കുക? കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമ്പോൾ നമ്മൾ വരക്കുന്ന ലൈനും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിലേക്ക്, ഡയറക്ഷനിലേക്ക് ഇത് എത്താണ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ കിട്ടുള്ളൂ. അത് നല്ല പ്രാക്ടീസ് ചെയ്യണം, പിന്നെ കുറച്ച് ലക്ക് വേണം. ഓക്കെ, ഇനി ഇതിൽ തന്നെ വരക്കാൻ പറ്റുന്ന വേറൊരു ലൈനാണ് ട്രെൻഡ് ലൈൻ. അത് ഇവിടെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? ട്രെൻഡ് ലൈൻ. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് നമ്മളൊരു 2 പോയിന്റ് കിട്ടിയപ്പോഴാണ് ഒരു കൂട്ടി വരച്ചത്. അതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടെ കിട്ടി, രണ്ടാമത്തെ പോയിന്റ് ഇത് ഇവിടെ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ജോയിന്റ് ചെയ്ത് നേരൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടുമല്ലോ. ഇതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ ഈ ഒരു ലൈൻ എത്തുമ്പോൾ അവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും? ഷെയർ പ്രൈസ് താഴേക്ക് വരും. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ട്രെൻഡ് ലൈൻ. ഓക്കെ, അത് നമുക്ക് എവിടെ വേണേലും വരക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണേൽ വരക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുണ്ടല്ലേ? ഇതിപ്പോൾ എന്താണ്? ഒരു കാറ്റാണ്. ഇപ്പോൾ കാറ്റൻ കയറി അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലേ, ഇവിടെ ഇറങ്ങി, ഇങ്ങനെ ഇറങ്ങി വന്നു. ഓക്കെ, ഇതാണ് ട്രെൻഡ് ലൈൻ. ഇത് വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഈ 2 ലൈനിന് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് വരക്കാം. ഇതൊരു ട്രെൻഡ് ലൈനാന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ട്രേഡിങ് നടന്നിട്ടുള്ളത്. ഓക്കെ,
ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു 0.8, ഇവിടെ ഒരു 0.8. അതേപോലെ ഇങ്ങനെ ഒരു 0.8. ഇതൊരു ചാനലാണ്. അപ്പോൾ ഇവിടെ ഇനി ഇത് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആണുള്ളത്, ഇവിടെ തട്ടിയിട്ട് താഴേക്ക് വരാം. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകും.